ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്കിതുപോലെ 3 സ്ലൈസ് ബ്രെഡ് വേണം. ഇനി നമുക്ക് ഈ 3 സ്ലൈസ് ബ്രെഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഈ ബട്ടർ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉരുക്കി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ബ്രെഡില്ലേ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിത് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയേ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാനേ പാടില്ല, അപ്പം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇതുപോലെ നമുക്ക് കുറച്ച് സമയം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഈ ബ്രെഡ് നമുക്ക് നല്ല പോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ അങ്ങ് അടിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഒരു 5 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ല പോലെ അങ്ങ് അടിച്ചെടുക്കണം. പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് നമ്മൾ ഇതിലേക്ക് ഒരുപാട് കൂടി പോകാൻ പാടില്ല, ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതവിടെ മാറ്റി വെക്കാം. ഇനിയൊരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. അതിൻ്റെ ഉൾഭാഗത്തെ ആ കുരുവും വെള്ളമെല്ലാം മാറ്റി അതിൻ്റെ പുറം ഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി, ഒരുപാട് സമയം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ ഈ തക്കാളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, കൂടെ 1/4 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികൾ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മൊരിയിപ്പിച്ച് മാറ്റി വെച്ച ആ ബ്രെഡ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് ഇതിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ച മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയേ.
അങ്ങനെ ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് മുഴുവനായിട്ടും ഞാൻ ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയും ബ്രെഡും ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാനേ പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതിപ്പം കുറച്ച് സമയം ആയപ്പോഴത്തേനും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഞാനിപ്പം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ച് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ചീസൊന്ന് മെൽറ്റായി കിട്ടുന്നവരെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതാ ചീസെല്ലാം നമുക്ക് നല്ല പോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.